ഇങ്ങനെ അൽഫാമും മയോണൈസ് കഴിച്ചും മന്തിയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. നോമ്പായതുകൊണ്ട് മാത്രമല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നല്ല മന്തി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി മന്തിയും കഴിക്കാൻ വെച്ച് പുറത്തിറങ്ങിയ, പക്ഷേ ഭയങ്കര തിരക്ക്. എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള മന്തികളെ ശരിക്കും പറഞ്ഞാൽ നൈതി മന്തി തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. വണ്ടിയൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഒരു പോസ്റ്റർ, ഇഫ്താർ ഫ്രീ. കംപ്ലീറ്റ് ഇഫ്താർ ഫ്രീ ആവുമെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് ഇഫ്താർ ഫ്രീ അല്ല, കട്ട് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ എന്തോ ആണ് സംഭവം കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ അത് ലാഭമായി. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ നമ്മൾ പ്ലേറ്റ് നമുക്ക് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ഒരു കൊടുന്ന് വെച്ചിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടി വരാണ്ട് ഇതൊന്നും ചാർജബിൾ അല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ നോർമൽ മന്തി മറ്റൊന്ന് മാത്രം കഴിച്ചാൽ മതി. എന്തായാലും ഇത് എല്ലാ മേശയിലും കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എത്തി, ജ്യൂസൊക്കെ എത്തി, ടൈമായി തുടങ്ങി. അങ്ങനെ ബാങ്ക് കൊടുത്തു. പിന്നെ അറിയില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പൊരിക്കടിയിലേക്കാണ് പോയത്. ഞാൻ ഫസ്റ്റ് കഴിച്ചത് പൊക്കവടയാണ്. പൊക്കോട എനിക്ക് എന്താ കുറേ ദിവസത്തിന് ശേഷം കഴിച്ചുകൊണ്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പൊക്കോട. സത്യം പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഇതൊക്കെ മതി എന്നാ തോന്നുന്നു. ഏതായാലും സമൂസ അതുപോലെ തന്നെ എടുത്ത് കഴിച്ചു. സമൂസ ശരിക്കും പറഞ്ഞാൽ വെജ് സമൂസയായിരുന്നു, ബീഫും ചിക്കനൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ബത്തക്കയും അതുപോലെ പൈനാപ്പിളൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ മാങ്ങ ജ്യൂസ്. ഡെയിലി ജ്യൂസുകൾ മാറും എന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും എനിക്ക് കിട്ടിയ നല്ല കട്ടിയിലെ മാങ്ങ ജ്യൂസാണ്. അപ്പോഴൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം എത്തി. നമ്മൾ സിംഗിൾ പോർഷനാണ് ഓർഡർ ചെയ്ത്, കൂടുതൽ അൽഫാമും. പിന്നെ ഒപ്പം നമ്മൾ ഈ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, എസ്പെഷ്യലി നമ്മുടെ മയണൈസ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മന്തിൻ്റെ കാര്യം കട്ടപ്പോയാണ്. ഏതായാലും നല്ല വിശപ്പുണ്ട്. നമ്മൾ കഴിച്ചു തുടങ്ങാൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പെരി അൽഫാമിലാണ്. പിന്നെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പച്ച അൽഫാമുമാണ്. അപ്പോൾ പെരി അൽഫാമും പച്ച അൽഫാമും ഇപ്പോൾ എല്ലാ മനഹദി മന്തിയിലും കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പെരി അൽഫാം നല്ല ചൂടുണ്ടായിരുന്നു, കൈ ജസ്റ്റ് ഒന്ന് പൊള്ളി. അപ്പോൾ നമ്മൾ റൈസും നെക്സ്റ്റ് ഇട്ട് നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങാം. പിന്നെ ഈ ഒരു റൈസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ടേസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നെഹദി മന്തിനെ കുറിച്ച് എല്ലാവർക്കും ഒരുവിധം അറിയുന്നതാണ്. പിന്നെ ഞാൻ ഇത് റിവ്യൂ പറഞ്ഞ് കൊളാക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ കുറച്ച് മയോണൈസ് വെച്ച് ചോറ് കുഴച്ച് കഴിക്കാൻ പോവാണ്. പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഈ ഓവറായിട്ട് മയോണൈസോ അല്ലെങ്കിൽ സോസൊക്കെ ഒഴിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ. എനിക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു തോന്നലാണ്. അത് എൻ്റെ തോന്നൽ മാത്രം കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ. അത് ഏത് റൈസാണെങ്കിലും, മന്തി ആണെങ്കിൽ വരെ. ഏതായാലും ഇപ്പോൾ ഇവിടെ പപ്പടമല്ല, എന്നാൽ നമ്മൾ ചോറ് കൂട്ടി നമ്മൾ അൽഫാം കൂട്ടി കഴിക്കാം. പെരി അൽഫാമാണ് നമുക്ക് പറയാൻ എളുപ്പത്തിന് ചുവന്ന അൽഫാം എന്ന് വിളിക്കാം. എന്തായാലും ചുവന്ന അൽഫാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് എരിവൊന്നുമില്ല. പെരി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഭയങ്കര എരിവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്ര എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ചുവപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പച്ചയിലേക്ക് പോകാം. പച്ച കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. പച്ച എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മിക്കവാറും മിൻറ്റും അതുപോലെ തന്നെ ലൈമൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കിയതായിരിക്കാനാണ് സാധ്യത. ഇതും ഒരുപാട് എരിവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഷെയ്ക്കും ബ്ലറും ഇല്ലാതെ ഷൂട്ട് ചെയ്യും വേണം. അതിൻ്റെ ഒപ്പം ഇങ്ങനെ കഷ്ണമൊക്കെ മുറിച്ച് തിന്നുകയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത്തിരി മെനക്കെടാണ്. ഇത് നമ്മുടെ അസിസ്റ്റൻ്റ് ആൻഡ് അസോസിയേറ്റ് ആയ വൈഫ് കൂടല്ല. അതിൻ്റെ കുറച്ച് കഷ്ടപ്പാട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കേരളത്തിലെ ഏത് നെഹദിലും നോമ്പ് തുറക്ക് സ്നാക്സും അതുപോലെ കട്ട് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ മന്തിയുടെ അല്ലെങ്കിൽ അൽഫാമിൻ്റെ ഒക്കെ പ്രൈസ് മാത്രം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ കോംപ്ലിമെൻ്ററി ആയിരിക്കും. പിന്നെ ഈ ഉള്ളിയും കക്കരയ്ക്കൊക്കെ കോംപ്ലിമെൻ്ററി ചെയ്ത് എനിക്ക് വേണ്ട, ഞാൻ മന്തി മാത്രം കഴിച്ചിട്ട് പോകാൻ നോക്കുകയാണ്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് പ്രയറും അതുപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ തിന്നുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നോമ്പ് എന്ന് പറഞ്ഞാൽ വേറെയും കുറച്ച് കാര്യങ്ങളല്ലേ. അപ്പോൾ ഫുഡും കഴിച്ച് മനസ്സമാനത്തോടെ കുറേ വെള്ളവും കുടിച്ചിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നേരത്തിൽ നിന്ന് പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം aaHarem.